ഇന്ത്യയിലെത്തിയ മിഷണറിമാരുടെ ചരിത്രം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ചരിത്രം കൂടിയാണ്. ദളിതോദ്ധാരണം, സ്ത്രീ മുന്നേറ്റം, ആധുനിക വിദ്യാഭ്യാസ, വൈദ്യശാസ്ത്ര സൗകര്യങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഐത്തോച്ചാടനം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ വിശാല ചരിത്രത്തിൽ വിശിഷ്ട സ്ഥാനം അലങ്കരിക്കുന്ന മിഷണറിയാണ് എയ്മി കാർമൈക്കിൾ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷത്തിൽ തിരുനെൽവേലിയിലെ പുരാതനമായൊരു ക്ഷേത്രത്തിന്റെ കനത്ത മതിൽക്കെട്ടുകളെയും ആക്രോശത്തോടെ ഓടിയെടുക്കുന്ന ഒരു കൂട്ടം അമ്പലവാസികളെയും പിന്നിലാക്കിക്കൊണ്ട് പ്രീന എന്ന പേരുള്ള 7 വയസ്സുകാരി ഡോണാവൂരിൽ ഓടിക്കിതച്ചെത്തി. പ്രാണഭയത്തിൽ ഓടുന്ന ആ സാധു പെൺകുട്ടിയെ സഹായിക്കാൻ ആരും തയ്യാറായില്ല. കാരണം അവൾ ഒരു ദേവദാസിയായിരുന്നു. അവളെപ്പോലെ അനേകായിരം പെൺകുട്ടികൾ ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദേവദാസികളായി തള്ളപ്പെട്ടിരുന്നു. പാട്ടിലും നൃത്തത്തിലും അഭ്യാസം ലഭിച്ചിരുന്ന ഈ പെൺകുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിർബന്ധിത വേശ്യാവൃത്തി അനുഷ്ഠിക്കേണ്ടി വന്നിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഡോണാവൂരിലേക്ക് ഓടി വന്ന പ്രീന അമ്മ എന്നറിയപ്പെടുന്ന ഒരു മിഷണറി വനിതയുടെ സുരക്ഷിത കരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. അതൊരു തുടക്കമായിരുന്നു. 1901 മുതൽ 1913 വരെ 140ഓളം ദേവദാസി പെൺകുട്ടികളെ ഡോണാവൂരിലെ അമ്മ ക്ഷേത്രങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് പുതിയ ജീവിതം നൽകുകയും ചെയ്തു. തിരുനെൽവേലിയിൽ അനാഥരും അശരണരുമായ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിത്തീർന്ന ആ മഹിളാരത്നത്തിന്റെ പേര് എയ്മി കാർമൈക്കിൾ എന്നായിരുന്നു. 1867 നോർത്തേൺ അയർലൻഡിൽ എയ്മി ജനിച്ചു. കൗമാരകാലത്ത് തന്നെ അവൾ യേശുവിന് ജീവിതം സമർപ്പിച്ചിരുന്നു. 1887 കെസ്വിക് കൺവെൻഷനിൽ ഹഡ്സൺ ടൈലറുടെ പ്രസംഗം കേട്ട എയ്മിക്ക് മിഷന് വേണ്ടി താല്പര്യമുണ്ടായെങ്കിലും രോഗബാധിതമായ അവളുടെ ശരീരം അത്തരമൊരു സാഹസത്തിന് പര്യാപ്തമായിരുന്നില്ല. പിതാവ് മരിച്ചതോടെ അവളുടെ കുടുംബം കടക്കണിയിലാവുകയും ഇളയ 6 സഹോദരങ്ങളെയും അമ്മയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി എയ്മി മില്ലിൽ ജോലിയെടുക്കുകയും ചെയ്തു. അവിടെ അവൾ മിൽ തൊഴിലാളികളോട് യേശുവിനെ പറ്റി സംസാരിച്ചു. അക്കാലത്തെല്ലാം അവളിൽ മിഷണറി താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ 1893 എയ്മി മിഷണറിയായി ജപ്പാനിലേക്ക് കപ്പൽ കയറി. ആ യാത്രയിൽ അവൾ കപ്പിത്താനോട് സുവിശേഷം പറയുകയും അദ്ദേഹം യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു. ജപ്പാനിലെത്തിയെങ്കിലും തന്റെ അനാരോഗ്യവും മറ്റു ബുദ്ധിമുട്ടുകളും നിമിത്തം 15 മാസങ്ങൾക്ക് ശേഷം അവൾക്ക് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. 1895 എയ്മി ഇന്ത്യയിലെത്തുന്നത്. തിരുനെൽവേലി ആയിരുന്നു അവൾക്ക് ലഭിച്ച പ്രവർത്തന സ്ഥലം. അനാഥരും രോഗികളുമായ കുഞ്ഞുങ്ങൾക്ക് അവൾ അവിടെ ആശ്രയമായി തീർന്നു. അങ്ങനെ ഡോണാവൂർ ഫെലോഷിപ്പ് പ്രാരംഭം കുറിച്ചു. ദേവദാസികളാകേണ്ടി വന്ന അനേകം പെൺകുട്ടികളെ എയ്മിയും സഹായികളും ചേർന്ന് രക്ഷിച്ചു. അതിനുവേണ്ടി അവൾക്ക് പലപ്പോഴും വേഷം മാറി ദീർഘദൂര യാത്ര ചെയ്യേണ്ടി വന്നു. അപകടകരമായ ഈ യാത്രകളൊന്നും ലക്ഷ്യത്തിൽ നിന്ന് അവളെ വ്യതിചലിപ്പിച്ചിരുന്നില്ല. തന്റെ സങ്കേതത്തിലെത്തുന്ന കുഞ്ഞുങ്ങളെ അവൾ സ്നേഹത്തോടെ സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അമ്മയെപ്പോലെ തങ്ങളെ സ്നേഹിക്കുന്ന എയ്മിയെ അവിടുത്തെ കുഞ്ഞുങ്ങളും നാട്ടുകാരും അമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നാട്ടുകാരിൽ ഒരാളായി തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് കാപ്പിപ്പൊടി ഉപയോഗിച്ച് അവൾ ശരീരം കറുപ്പിക്കുകയും സാരി ധരിക്കുകയും ചെയ്തു. സാധുക്കളായ നാട്ടുകാരെ പോലെ നിലത്ത് പായ വിരിച്ചുറങ്ങി. തന്റെ കുഞ്ഞുങ്ങൾക്ക് അവൾ വിദ്യാഭ്യാസം നൽകുകയും വിവിധ തൊഴിലുകൾ പഠിപ്പിക്കുകയും ചെയ്തു. നിരാലംബരായ സ്ത്രീകൾക്ക് എയ്മി ആശ്രയമായിരുന്നു. തദ്ദേശീയർക്ക് വേണ്ടി അവളുടെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി പണിയപ്പെട്ടു. ഇങ്ങനെ ഡോണാവൂരിൽ സഫലമായ 36 വർഷങ്ങൾ അവൾ മിഷൻ പ്രവർത്തനം നടത്തി. കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായെങ്കിലും സ്വദേശത്തേക്ക് തിരിച്ചു പോകാൻ തയ്യാറായില്ല. 1931 ഒരു അപകടത്തിൽപ്പെട്ടതിന്റെ ഫലമായി കാലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്നുള്ള വർഷങ്ങൾ അവൾ രോഗശയ്യയിലാവുകയും ചെയ്തു. ആ കിടപ്പിൽ തന്നെ അവൾ ഡോണാവൂരിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ആ കിടക്കയിൽ വെച്ച് അവൾ നിരവധി കവിതകളും 1000ഓളം കത്തുകളും എഴുതി. 40ഓളം പുസ്തകങ്ങൾ രചിച്ചു. തിങ്സ് ആസ് ദേ ആർ, മീൽ ഇൻ എ ബാരൽ, ദോ ദ മൗണ്ടൻ ഷേക്ക് തുടങ്ങിയവ എയ്മി രചിച്ച പുസ്തകങ്ങളാണ്. ദൈവത്തെ ആശ്രയിക്കാനും ദൈവഹിതത്തിനായി കാത്തിരിക്കാനും ചെറിയ വയസ്സു മുതൽ അവൾ പരിശീലിച്ചിരുന്നു. ക്രൂശിലെ സ്നേഹമായിരുന്നു എയ്മിയെ മുന്നോട്ട് നയിച്ചിരുന്നത്. സ്വന്തം പുത്രനെ എനിക്കായി നൽകും വിധം എന്നെ സ്നേഹിച്ച ദൈവത്തിന് സമർപ്പിക്കാതെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും മാറ്റിവെക്കുന്നുവെങ്കിൽ കാൽവരിയിലെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നാണ് അർത്ഥം എന്ന് അവൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീർഘവും പരിശ്രമ ബഹുലവുമായ മിഷണറി ജീവിതത്തിന് ശേഷം 1951 എയ്മി വിശ്രമത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു.
സമാധാനം ഘോഷിക്കുകയും നന്മ സുവിശേഷിക്കുകയും ചെയ്ത ഈ സുവാർത്താദൂതിയുടെ സേവന ഫലമായി ആരംഭിച്ച ഡോണാവൂർ മിഷൻ പ്രവർത്തനങ്ങൾ 100 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി തുടരുന്നു.